മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നല്ലോ. ഉയരത്തിൻ്റെ ശക്തിയായ കോട്ടകളെ തകർക്കുമല്ലോ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നല്ലോ. ഉയരത്തിൻ്റെ ശക്തിയായ കോട്ടകളെ തകർക്കുന്നല്ലോ. ദൈവവാഗ്ദത്തമെല്ലാം ക്രിസ്തുവിലൂ തന്നെ. എല്ലായിടത്തും യേശു നിമിത്തം നമുക്കു ജയം തന്നെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നല്ലോ. ഉയരത്തിൻ്റെ ശക്തിയായ കോട്ടകളെ തകർക്കുന്നല്ലോ. ദൈവവാഗ്ദത്തമെല്ലാം ക്രിസ്തുവിലൂ തന്നെ. എല്ലായിടത്തും യേശു നിമിത്തം നമുക്കു ജയം തന്നെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 27-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവരോട് ജാതികളുടെയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഒരു വലിയ മർമ്മമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇന്ന് യേശു ക്രിസ്തു എവിടെ ഇരിക്കുന്നു എന്നാണ് ആ പറഞ്ഞ മർമ്മം. അത് നിങ്ങളിലും എന്നിലും ഇരിക്കുന്നു. യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച എല്ലാ ദൈവമക്കളുടെ ഉള്ളിൽ ക്രിസ്തു വന്ന് വാസം ചെയ്യുകയാണ്. അതാരാണ്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും ഇരിക്കുന്നു. ഒരു സാധാരണ വ്യക്തിയല്ല, ലോകത്തെ ജയിച്ചവൻ നിങ്ങളിലും എന്നിലും ഇരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം ദൈവവചനം പറയുന്ന പോലെ എല്ലായിടത്തും ഇപ്പോഴും ജയം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, യേശു ക്രിസ്തു എന്നിലും നിങ്ങളിലും വന്ന് വസിക്കുന്നത് കൊണ്ടാണ്. യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മുടെ കഴിവുകളൊക്കെ ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ അതിൽ നമ്മുടെ കഴിവുകളിലും നമ്മുടെ പണത്തിലും നമ്മുടെ ആരോഗ്യത്തിലും ഫുള്ളി ആശ്രയം വെച്ചാൽ ഇതുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് മാറിപ്പോകാവുന്നതാണ് ഇതെല്ലാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു എങ്കിൽ, ആശ വയ്ക്കുന്നു എങ്കിൽ, യേശുവിനെ പിൻപറ്റുന്നു എങ്കിൽ, യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നു എങ്കിൽ ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുകയാണ്. അവിടെ ഇതാണ് വേദപുസ്തകത്തിലെ അതിപ്രധാനമായ മർമ്മം. ആ ക്രിസ്തു, യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ്, മശിഹ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, സകല അധികാരവുമുള്ള യേശു ക്രിസ്തു. ആ ക്രിസ്തു അഭിഷിക്തൻ ഇന്ന് നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം: സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ദൈവ മർമ്മം ഇതെല്ലാവർക്കും മറഞ്ഞു കിടന്നതാണ്. ഈ മർമ്മം അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ മർമ്മം. എന്താണ്? ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളിൽ വന്ന് വസിക്കുന്നു.
ഇവിടെ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ പറയാണ് അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. ഇത് സഭ മുഖാന്തരമാണ് ഈ അറിവ് നമുക്ക് ലഭിച്ചത്. എന്നിട്ട് പറയണം, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനമുണ്ട്. ആർക്ക് കൂടെയുള്ള വിശ്വാസത്താൽ? യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസത്താൽ. യേശു ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസത്താൽ. ഇത് മറഞ്ഞു കിടന്ന മർമ്മമാണ്, പക്ഷേ ഇത് നമുക്ക് വെളിപ്പെടുത്താന്നിരിക്കുക. അങ്ങനെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് നിങ്ങളിലും എന്നിലും ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ജയം ലഭിക്കും എന്നുള്ളതാണ് സത്യം. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 24 25 വാക്യങ്ങൾ പറയാണ്. മഹത്വീകരണത്തെക്കുറിച്ച് പറയുമ്പം പറയാണ്, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനുമായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരുന്നതുമായ മഹത്വത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അല്ലേ? മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരണം. എന്താണ് ആ മർമ്മം? അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം നാം വായിച്ചപ്പോൾ അവിടെ പറയുന്ന 26 മുതൽ വായിക്കാം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും, ഇത് മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതിയിടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഈ മർമ്മം അറിയിക്കാനായിട്ട് ദൈവത്തിന് ഇഷ്ടം വന്നു. എന്താണ് ആ മർമ്മം? ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ക്രിസ്തു നിങ്ങളിലിരിക്കുമ്പം അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെ? ക്രിസ്തുവിൽ നിൽക്കാനായിട്ട്. അതിനായി ഞാൻ എന്നെ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുക. എന്താണ് ആ മർമ്മം? അത് പറയാൻ വേണ്ടി. എന്താണത്? അത് മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഇന്ന് നിങ്ങളിലും എന്നിലും ഇരിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പരാജയമില്ല, നിങ്ങൾക്ക് ജയം മാത്രമാണ്, ഉയർച്ചയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളിന്ന് കൃപാസന മുൻപാകെ കടന്നു വരുന്നു. ഞങ്ങൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. ഇന്ന് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ എന്നാൽ ഭാഗ്യകരമായ അവസ്ഥനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികളെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നല്ലോ, ഉയരത്തിൻ്റെ ശക്തിയായ കോട്ടകളെ തകർക്കുന്നല്ലോ, ദൈവവാഗ്ദത്തമെല്ലാം ക്രിസ്തുവിലൂ തന്നെ. എല്ലായിടത്തും യേശു നിമിത്തം നമുക്കു ജയം തന്നെ.